ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് നെറ്റ് ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതും ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് തിയറിയിൽ നിന്ന് ചോദിക്കുന്നത്, ക്രിറ്റിസിസത്തിൽ നിന്ന് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുതരം കുറച്ച് വീഡിയോസാണ് ഇവയെല്ലാം. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട. ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who argued that language is structured out of differences? ഡിഫറൻസസിൽ നിന്ന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ആരായിരിക്കും? ഓപ്ഷൻ എ ഫെർഡിനാൻഡ് ഡി സൊഷൂർ ആണോ, റോമൻ ജേക്കബ്സൺ ആണോ, ചാൾസ് ഡിക്കൻസ് ആണോ, സാമുവൽ ബെക്കറ്റ് ആണോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട്, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി അത് ഏത് ഏരിയ ആയിരിക്കും? ലിംഗ്വിസ്റ്റിക്സ് ആയിരിക്കും അല്ലേ? ഈ പറയപ്പെടുന്ന സാമുവൽ ബെക്കറ്റിനും നമ്മളുടെ ചാൾസ് ഡിക്കൻസിനും ലിംഗ്വിസ്റ്റിക്സുമായിട്ട് വലിയ ബന്ധമില്ലെന്ന് നമുക്ക് ഓബ്വിയസ്ലി അറിയാം. നമുക്ക് അവിടുന്ന് എന്ത് ചെയ്ത് കളയാം? ഓബ്വിയസ്ലി നമുക്കത് റൂൾ ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ചാൾസ് ഡിക്കൻസിനെ, സാമുവൽ ബെക്കറ്റിനെ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്ത് കളഞ്ഞു? റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം നമുക്കിങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ്. ഇവിടെ നോക്കിയേ, ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനം. ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനം എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി വേർ വിൽ ഇറ്റ് വിൽ ലീഡ് ടു സ്ട്രക്ചറലിസം. ഇനി സ്ട്രക്ചറലിസവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ലിസ്റ്റിലുണ്ടോ? ഇല്ല, ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടില്ല. പക്ഷേ സ്ട്രക്ചറലിസത്തിൻ്റെ ഫോർ റണ്ണറാണ് ആര്? ഫെർഡിനാൻഡ് ഡി സൊഷൂർ. ഫെർഡിനാൻഡ് ഡി സൊഷൂർ ആണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓൺ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, അദ്ദേഹം നൽകിയിട്ടുള്ള കുറച്ച് ലെക്ചേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് എന്ത്? കോഴ്സ് ഓൺ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് 1916 റിലീസ് ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫെർഡിനാൻഡ് ഡി സൊഷൂർ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള വർക്കാണ് എന്ത്? കോഴ്സ് ഓൺ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ അദ്ദേഹം കുറേ അധികം ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. നമുക്ക് സൈന്, സിഗ്നിഫൈഡ്, സൊഷൂറിയൻ ഡൈക്കോട്ടമീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആരിൽ നിന്നാണ്? ഫെർഡിനാൻഡ് ഡി സൊഷൂറിൽ നിന്നാണ്. അദ്ദേഹമാണ് എന്ത്? ഈ ഡിഫറൻസസിൽ നിന്ന് ഡൈക്കോട്ടമീസിൽ നിന്ന് ഡ്യുവൽറ്റീസിൽ നിന്ന് മീനിങ് ഡിറൈവ് ചെയ്തെടുക്കുക. അങ്ങനെ ഡിറൈവ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാണപ്പോൾ? ഓപ്ഷൻ എ ഫെർഡിനാൻഡ് ഡി സൊഷൂർ ആണ് റൈറ്റ് ആൻസർ. കാരണം നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ മേജർ ആസ്പെക്ട്സ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആൻസർ അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യനെ പറ്റിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബാക്ക്ഗ്രൗണ്ട് നോളജും നമ്മളുടെ ഓപ്ഷൻസ് തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മളുടെ ചോദ്യം ചോദിച്ചതിൽ നമുക്ക് ഉറപ്പായിട്ടും ഉത്തരം ഇന്ന ആളായിരിക്കില്ല അല്ലെങ്കിൽ ഇന്ന ഓപ്ഷൻ ആയിരിക്കില്ല എന്ന് നമുക്ക് ഡ്രോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു ക്യാൻസൽ ഔട്ട് ക്രോസ് ചെക്ക് പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഏകദേശം ഏരിയയിലേക്ക് എത്താം. ആ ഏരിയയിൽ നിന്ന് നമുക്ക് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതൊരു മെത്തേഡ് ഓഫ് ആൻസറിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫെർഡിനാൻഡ് ഡി സൊഷൂർ ആണ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ എക്സേ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്? ആരാണ് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എഴുതിയിട്ടുള്ളത്? സൊഷൂർ ആണോ, ക്ലെന്ത് ബ്രൂക്സ് ആണോ, ദെറീദയാണോ, T.S. എലിയറ്റ് ആണോ? നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ഈസ് റിട്ടൺ ബൈ ക്ലെന്ത് ബ്രൂക്സ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഹിസ് ബുക്ക് വെൽ റോട്ട് ഏൺ എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം എന്ത് എഴുതിയിട്ടുള്ളത്? ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്ന എസ്സേ എഴുതിയിട്ടുള്ളത്. ലാംഗ്വേജ് ഓഫ് പാരഡോക്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? പോയട്രിയിൽ പാരഡോക്സിൻ്റെ ഇമ്പോർട്ടൻസ്, ആൻഡ് മീനിങ്ങിൽ, സെമാൻറ്റിക്സിൽ നമ്മളുടെ ഒരു വാക്കിൻ്റെയും അർത്ഥം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുന്നതിൽ
പാരഡോക്സുകൾക്കുള്ള പൊസിഷൻ, ഇതെല്ലാമാണ് ക്ലെന്ത് ബ്രൂക്സ് എന്തിൽ എഴുതിയിട്ടുള്ളത്, ലാംഗ്വേജ് ഓഫ് പാരഡോക്സിൽ എഴുതിയിട്ടുള്ളത്. വെൽ റോട്ടേൺ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് വർക്കിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അതിൻ്റെ ഓപ്ഷൻസ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് പോകണം, ഒന്ന് അനലൈസ് ചെയ്ത് പോകണം. അപ്പം നമ്മളുടെ ലേണിംഗ് പ്രോസസ്സ് കൂടുതൽ സ്ട്രീംലൈൻഡ് ആക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളിവിടെ നോക്കി, നമുക്കിപ്പോൾ ആൻസർ അറിയത്തില്ല, നമ്മൾ ക്ലെന്ത് ബ്രൂക്സ് ആണോ നോക്കി, നമ്മൾ റിസർച്ച് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ക്ലെന്ത് ബ്രൂക്സ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ പഠിച്ചിരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലെന്ത് ബ്രൂക്സിൻ്റെ ബാക്കിയുള്ള വർക്ക്സുകളെ പറ്റി നോക്കണം. ഈ വർക്കുകൾക്കും നമുക്കിപ്പോൾ പഠിക്കാനുള്ള ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്ന വർക്ക് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ഓപ്ഷൻസ് എടുത്ത് നോക്കുക. സൊഷൂർ, ദെറീദ, ടി.എസ്. എലിയറ്റ് ഉണ്ടാവും. ഇങ്ങനെ എടുത്തു പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാവും, നമ്മളുടെ ദെറീദ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ഡീകൺസ്ട്രക്ഷൻ കൊണ്ടുവന്ന ആളാണ് ദെറീദ. മോഡേണിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് റൈറ്ററാണ് ടി.എസ്. എലിയറ്റ്. സൊഷൂർ നമുക്കറിയാം, ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററി ഫിഗറാണ് ആര്, സൊഷൂർ. അദ്ദേഹത്തിൻ്റെ ഏത് വർക്കാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഹിസ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് 1916 റിലീസായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സിൻ്റെ കളക്ഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ റിസർച്ച് ചെയ്ത് നോട്ട് ചെയ്ത് പോവുക. ആൻഡ് കണക്ട് ഇറ്റ് ടു അവർ ടെക്സ്റ്റ്, നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ്. എങ്ങനെയാണ് ഇതിൻ്റെ തിയറി ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, തിയറി ഓൾവേസ് ഹാസ് എ ഗ്രാജുവൽ ഫ്ലോ. ആ ഫ്ലോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസിയർ ടു recollect, remember and keep these personals and their theories and their background in our mind. അപ്പോൾ മിക്ക തിയറികളും എന്തെങ്കിലും ഒരു ആക്ടിവിസം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അങ്ങനെ നമുക്ക് തിയറികൾ മനസ്സിലാക്കി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ് വാസ് പ്രാക്ടീസ്ഡ് ബൈ വിച്ച് തിയറി? ഏത് തിയറിയാണ് ക്ലോസ് റീഡിങ് പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. ഏതാണ്? സ്ട്രക്ചറലിസം ആണോ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആണോ, മാർക്സിസം ആണോ, ന്യൂ ക്രിറ്റിസിസം ആണോ? ഏതായിരിക്കും? സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർ കണക്റ്റഡ്നെസ്സിനെ പറ്റി പഠിക്കുന്ന തിയറിയാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൻ്റെ കൗണ്ടർ മൂവ്മെൻ്റ് ആണ് പോസ്റ്റ് സ്ട്രക്ചറലിസം. എങ്ങനെയാണ്? ഇന്റർ കണക്റ്റഡ്നെസ് അല്ലാതെ സ്വത്വത്തിൽ നിന്നും അർത്ഥം കണ്ടെത്തുന്നതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. മാർക്സിസം പറയുന്നത് എന്താണ്? ബേസ് സ്ട്രക്ചറിനെയും സൂപ്പർ സ്ട്രക്ചറിനെയും വെച്ചുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ ലിറ്ററേച്ചറിനെ പഠിക്കുന്നതാണ് മാർക്സിസം എന്ന് പറയുന്നത്. പക്ഷേ ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ടെക്സ്റ്റിനെ ടെക്സ്റ്റുവലായിട്ട് പഠിക്കുന്നതിനെ, ടെക്സ്റ്റിനെ ടെക്സ്റ്റായിട്ട് മാത്രം കണക്കാക്കി ആ ടെക്സ്റ്റിൻ്റെ ബേസിൽ നിന്ന് മറ്റൊന്നിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നല്ലാതെ അതിനെ പഠിക്കുന്നതിനെയാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഈ ന്യൂ ക്രിറ്റിസിസത്തിലാണ് ക്ലോസ് റീഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വി ആർ റീഡിങ് ദ ടെക്സ്റ്റ് ആസ് ദ ടെക്സ്റ്റ് ഇറ്റ് ഈസ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂ ക്രിറ്റിസിസം. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രേഗ് സ്കൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലിറ്ററി മൂവ്മെൻറ്റ്? ഏത് ലിറ്ററി മൂവ്മെൻറ്റുമായിട്ടാണ് പ്രേഗ് സ്കൂൾ അസോസിയേറ്റഡ് ഉള്ളത്? ഫെമിനിസം ആണോ, റഷ്യൻ ഫോർമലിസം ആണോ, പോസ്റ്റ് കൊളോണിയലിസം ആണോ, ന്യൂ ഹിസ്റ്റോറിസിസം ആണോ? ഇതിന് നമുക്കൊരു സിമ്പിൾ ആൻസർ ഉണ്ട്. പ്രേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഓബ്വിയസ്ലി ഇറ്റ് വിൽ ബി സംതിങ് റിലേറ്റഡ് ടു റഷ്യ. അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റഷ്യൻ ഫോർമലിസം. നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? റഷ്യൻ ഫോർമലിസം തന്നെയാണ്. റഷ്യൻ ഫോർമലിസം ഉയർന്നു വന്ന സ്കൂളാണ് പ്രേഗ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ തോട്ട്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലാണ് പ്രേഗ്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സംതിങ് റിലേറ്റഡ് ടു റഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ് ഇസ് ഒറിജിനേഷൻ, ദ പോയിന്റ് ഓഫ് ഒറിജിനേഷൻ ഓഫ് വാട്ട്? റഷ്യൻ ഫോർമലിസം. 1930 സോവിയറ്റ് ഗവൺമെൻറ് റഷ്യൻ ഫോർമലിസത്തിനെ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയുണ്ടായി. അപ്പോൾ റഷ്യൻ ഫോർമലിസം വാസ് കൈൻഡ് ഓഫ് വാട്ട്? സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ വെച്ച് പഠിക്കുന്ന ഒരു തോട്ട് അല്ലെങ്കിൽ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഒരു ലിറ്ററി തിയറി ആയിരുന്നു റഷ്യൻ formalism. Post-colonialism is something related to the colonial aspects and the dialogue of the colonized towards the colonizer. New historicism നമുക്കറിയാം, നമ്മളുടെ സ്റ്റീഫൻ ഗ്രീൻബാൾട്ട് ഒക്കെ ചെയ്തിരുന്നതാണ്. എന്താണ്? ലുക്കിംഗ് ഇൻ ടു ദ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് എവറിത്തിങ് ഇൻ ടു ലിറ്ററേച്ചർ. അങ്ങനെ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം, അതാണ് ന്യൂ ഹിസ്റ്റോറിസം ഓപ്ഷൻ എ. ആൻഡ് ഓപ്ഷൻ 4 is obviously feminism. The movement started with the first wave of feminism.
That answer is option 3, Russian formalism. Okay, now the next question. Theory that is centered solely on human individuality and actions is termed എന്താണ്? Is it liberal humanism? Is it Marxism? Is it cultural studies? Is it eco-criticism? Which is it? Which is the theory that is centered solely on human individuality? The answer is obviously what? Not Marxism, not cultural studies, and not eco-criticism. എന്തുകൊണ്ട്? ബിക്കോസ് മാർക്സിസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചേഴ്സിനെ സൂപ്പർ സ്ട്രക്ചേഴ്സിനെയും വെച്ച് സൊസൈറ്റിയൽ നോംസിനെ അനലൈസ് ചെയ്യുന്ന സ്റ്റഡിയാണ് മാർക്സിസം. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി ആൻഡ് ദ ഫാബ്രിക് ഓഫ് സൊസൈറ്റി ആൻഡ് ദ ത്രെഡ് ഓഫ് കൾച്ചർ വിച്ച് ഈസ് യൂസ് ടു വീവ് ദ സൊസൈറ്റി. അങ്ങനെയുള്ള ഒരു കൾച്ചറിനെ ഉള്ളൊരു സ്റ്റഡിയാണ്, കൾച്ചറിനെ കീറി മുറിച്ചുകൊണ്ടുള്ള സ്റ്റഡിയാണ് കൾച്ചറൽ സ്റ്റഡീസ്. ആൻഡ് എക്കോ ക്രിറ്റിസിസം ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കണക്ഷൻ ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് അവർ എക്കോ സിസ്റ്റം. എക്കോ ഫെമിനിസം ഒക്കെ എക്കോ ക്രിറ്റിസിസത്തിന് തീരെ വരുന്നതാണ്. അപ്പോഴേയും എന്താണ് ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി എന്നാണ് മനുഷ്യൻ്റെ എന്താണ് ഹ്യൂമൻ നേച്ചറിനെ തീരുമാനിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്നും പ്ലേറ്റോയുടെ ഹൂ ആം ഐ എന്ന ക്വസ്റ്റ്യൻ നിന്ന് മുതൽ എന്താണ് ഉയർന്നു വന്നിട്ടുള്ള ഡെവലപ്പായിട്ട് വന്നിട്ടുള്ള തിയറിയാണ് ലിബറൽ ഹ്യൂമനിസം, വിച്ച് സീക്സ് ടു ഫൈൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ബീയിങ് എ ഹ്യൂമൻ ഇൻ ലിറ്ററേച്ചർ. ദാറ്റ് ഈസ് ലിബറൽ ഹ്യൂമനിസം, ഓപ്ഷൻ A. Okay. Now the next question. What is the meaning of the Greek word theoria from theory is originated? What is it? Is it rejection? Is it permission? Is it contemplation? Is it none of the above? ഏതാണ് the meaning of the word theoria from which the third theory is originated? എന്താണ് theoria എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? It is what made up of two words, theo and horia, which means what? To see and to understand. എന്താണ്? കാണുക, മനസ്സിലാക്കുക. To see and to understand. And what does these two mean in these options? Rejection. To see and understand എന്ന് പറയുന്നത് റിജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഓർ ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് പെർമിഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഓർ ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് കോൺടംപ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതോ ഇതൊന്നും അല്ലേ? Which is it? The answer is obviously what? Option C. Contemplation. To contemplate something, to see and to understand something. അങ്ങനെയാണ് എന്ത് തിയോറിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തായിട്ട് മാറുന്നത്? കോൺടംപ്ലേഷൻ ആയിട്ട് മാറുന്നത്. ഈ വാക്കിൽ നിന്നാണ് തിയറി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. Now, which two critics coined the terms intentional fallacy and affective fallacy? എന്താണ് intentional fallacy and affective fallacy? And whom coined these terms? Is it Wimsatt and Beardsley? Is it Richards and Brooks? Is it Saussure and Derrida? Is it Foucault and Greenwald? എന്താണ്? The answer is ഓപ്ഷൻ എ, വിംസാറ്റ് ആൻഡ് ബിയേർഡ്സ്ലി. എന്താണ് ഇന്റൻഷണൽ ഫാലസി ആൻഡ് അഫക്റ്റീവ് ഫാലസി? ഇന്റൻഷണൽ ഫാലസി ആസ് എ നെയിം സജസ്റ്റ് എന്താണ്? നമ്മൾ ഓതറിന്റെ ഇന്റൻഷൻസിനെ പറ്റി എന്താണ് ഓതറിന്റെ ഇന്റൻഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് ടെക്സ്റ്റിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുമ്പോൾ സംഭവിക്കുന്ന എറേഴ്സ് ആണ്, ഫാലസിയാണ് ഇന്റൻഷണൽ ഫാലസി. അഫക്റ്റീവ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റീഡർ അല്ലെങ്കിൽ നമ്മളുടെ വായിക്കുന്ന റീഡറിൽ ഉണ്ടാകുന്ന ടെക്സ്റ്റ് ഉണ്ടാകുന്ന എഫക്റ്റിനെ വെച്ചുകൊണ്ട് ആ വർക്കിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഫക്റ്റീവ് ഫാലസി. ഹൗ ഇറ്റ് അഫക്ട്സ് ദ റീഡർ, ഹൗ ഇറ്റ് അഫക്ട്സ് ദ ഓഡിയൻസ് എന്നുള്ളത് അതിൻ്റെ എന്താണ് ലിറ്റററി എസ്തെറ്റിക്സിൻ്റെ അതിൻ്റെ ഇവാലുവേഷനെ എന്താണ് ഉണ്ടാക്കുന്ന എറേഴ്സിനെയാണ് അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. ഓതറിൻ്റെ ഇൻറ്റൻഷനെ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ വരുന്ന ഫാലസിയാണ് നമ്മൾ ഇൻറ്റൻഷണൽ ഫാലസി എന്നും പറയുന്നത്. ഓക്കെ, the next question. Structuralist anthropology was proposed by who? Proposed structuralist anthropology? Is it Jacques Derrida? Is it Claude Lévi-Strauss? Is it Sigmund Freud? Is it Jacques Lacan? Who is it? It is Claude Lévi-Strauss. Claude Lévi-Strauss was an anthropologist who introduced a study of structuralism into anthropology. എന്താണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്താണ് നരവംശാസ്ത്രമാണ് ആന്ത്രപ്പോളജി.
അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ഇതെങ്ങനെയാണ് പുള്ളി ചെയ്തത്? മിത്തുകളുടെ അനാലിസിസ് നടത്തി. എന്താണ് മിത്തുകളിൽ അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? ആർക്കിടൈപ്പുകൾ കണ്ടുപിടിച്ചു. ആർക്കിടൈപ്പ് ഓഫ് വാട്ട്? ടൈപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയുള്ള ആർക്കിടൈപ്പുകൾ അദ്ദേഹം മിത്തുകളിൽ കണ്ടുപിടിച്ചു. അങ്ങനെ മിത്തുകൾ ഫ്രം ഡിഫറെൻറ്റ് സിവിലൈസേഷൻസിൽ അദ്ദേഹം സിമിലാരിറ്റീസ് കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോർ ഹ്യൂമൻ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ആര്? ക്ലോഡ് ലെവി സ്ട്രോസ്. അങ്ങനെ കൾച്ചറിനെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആയിട്ട് എടുത്ത് വർക്ക് ചെയ്ത ആളുമാണ് ക്ലോഡ് ലെവി സ്ട്രോസ്. അങ്ങനെ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രക്ചറലിസ്റ്റ് ആന്ത്രപ്പോളജി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ഓർ വാസ് പ്രാക്ടീസ്ഡ് ബൈ ക്ലോഡ് ലിവൈ സ്ട്രോസ്. ഓക്കെ. What is termed an irresolvable internal contradiction or logical disconnection in a text, argument or theory? എന്താണ് കോൺട്രഡിക്ഷൻ ഓർ ലോജിക്കൽ ഡിസ്കണക്ഷൻ ഇൻ എ ടെക്സ്റ്റ്, ആർഗ്യുമെന്റ് ഓർ തിയറി? ഈസ് ഇറ്റ് അപ്പോറിയ? ഈസ് ഇറ്റ് ലോങ്? ഈസ് ഇറ്റ് പെറോൾ? ഈസ് ഇറ്റ് ഡീസെൻട്രിക്? ഇതിൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ആദ്യം തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്തോളാം. ലാങ്ങും പരോളും. ലാങ്ങും പരോളും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ലാങ്ങും പരോളും അല്ല, നമുക്ക് മനസ്സിലാക്കാം. ഡീസെൻട്രിക് ആൻഡ് അപ്പോറിയ, ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? അപ്പോറിയ. എങ്ങനെയാണ് നമ്മൾ അപ്പോറിയയിലേക്ക് എത്തിയത്? അപ്പോറിയ മീൻസ് എ സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ദാറ്റ് ദർ ഈസ് നോ റൈറ്റ് ആൻസർ. നമ്മളിപ്പോൾ പ്ലേറ്റോയുടെ കാര്യത്തിലാണെങ്കിലും വെൻ ദേ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് വിർച്യു, ദേ കം ടു എ കൺക്ലൂഷൻ വെർ ദേ കാൻഡ് ഫൈൻഡ് എ ഫിലോസഫിക്കൽ കൺക്ലൂഷൻ ഓർ ആൻ ആൻസർ. ആ സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അപ്പോറിയ എന്ന്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്? ദ ലോജിക്കൽ ഡിസ്കണക്ഷൻ ഇൻ എ ടെക്സ്റ്റ്, ആർഗ്യുമെന്റ് ഓർ തിയറി. അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ ഇറസോൾവബിൾ ഇന്റേണൽ കോൺട്രഡിക്ഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് എ വാട്ട്? സംതിങ് ദാറ്റ് കാൺട്ട് ബി റിസോൾവ്, ദാറ്റ് ഡസൻറ്റ് ഹാവ് ആൻ ആൻസർ. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോറിയ എന്ന് പറയുന്നത്. Introduction to the structural analysis of narrative is an essay written by whom? Is it Roland Barthes? Is it Jacques Lacan? Is it Saussure? Is it Foucault? ആരാണ് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് നറേറ്റീവ് എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ, റോളാൻഡ് ബാർത്തസ്. ആൻഡ് ദിസ് എസ്സേ ബൈ റോളാൻഡ് ബാർത്തസ് ഈസ് an elemental feature of what? സ്ട്രക്ചറലിസം ആൻഡ് സെമിയോട്ടിക്സ്. സ്ട്രക്ചറലിസത്തിൻ്റെയും സെമിയോട്ടിക്സിൻ്റെയും എലമെൻ്റൽ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു ദ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് നറേറ്റീവ്. നറേറ്റീവിൻ്റെ, ലിറ്ററേച്ചറിൻ്റെ നറേറ്റീവ്സിനെ സ്ട്രക്ചറലി ബ്രേക്ക് ഡൗൺ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വർക്കാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് നറേറ്റീവ് ഈസ് എ വർക്ക് ബൈ Roland Barthes which discusses the seminal values of structuralism and semiotics while dealing with narratives. വരുന്ന ജനുവരി എക്സാമിൽ തന്നെ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു കോൺകോഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിലേക്കുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ ആരംഭിക്കുമ്പോൾ നമുക്ക് 2 എക്സാംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ജനുവരിയിൽ വരാൻ പോകുന്ന എക്സാമും ജൂണിൽ വരാൻ പോകുന്ന എക്സാമും ഒറ്റ കോഴ്സിൽ നമുക്ക് പഠിച്ച് ജനുവരിയിലെ എക്സാം പാറ്റേൺ മനസ്സിലാക്കി എക്സാം എഴുതി അതിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റങ്ങൾ വരണം എന്നുള്ളൊരു അനാലിസിസിലൂടെ നമ്മൾ ജൂൺ എക്സാമിനെ നോക്കിക്കാണുക. ജൂണിനുള്ളിൽ JRF ഉറപ്പിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, കോൺകോഡ് ബാച്ചിൽ ചേരുക. നമുക്ക് ഈ വരുന്ന ജൂൺ എക്സാമിനുള്ളിൽ തന്നെ എന്ത് നേടിയെടുക്കാം? JRF നേടിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരൻറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.